ഹലോ അമ്മേ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വയറുവേദന പിന്നെ വന്നാ? പിന്നെ ഉണ്ടായാ? അപ്പൊ എന്തോ കാര്യമായിട്ടുണ്ട് അമ്മേ. നമുക്കൊന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുന്നില്ലേ? ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഇന്നലെ തുടങ്ങിയതല്ലേ. ഈ കണ്ണി കണ്ട മരുന്നൊന്നും കഴിച്ചൊന്നും നിൽക്കണ്ട. ഇഞ്ചിയൊന്നും കൊടുത്താൽ ശരിയാവുന്നില്ല. കൈയോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. കൊള്ള. അതപ്പൊ നമുക്ക് ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞോണ്ടിരുന്നാ വെച്ചോണ്ടിരുന്നേക്കണാണ്. പൈസ ഇല്ലെങ്കിൽ ഞാൻ തരൂലേ? ഞാൻ പൈസയും കൊണ്ട് വരാം. അമ്മ അച്ഛനോട് റെഡി ആയിട്ട് നിന്നോളാൻ പറയും. നമുക്ക് കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോ. ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട. എന്നാ ശരി. ഏട്ടായി, ഏട്ടായി, ഒരു 3000 രൂപ വരും. 3000 രൂപ? അതെ, അച്ഛനെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകാനാണ്. അച്ഛന് വയറുവേദന ഇന്നലെ വൈകുന്നേരം തുടങ്ങിയതാണ്. അച്ഛൻ അത് വെച്ചോണ്ടിരിക്കാണ്. ഇന്ന് രാവിലെ ഇപ്പൊ നല്ല വേദന ഉണ്ടെന്ന്. ഇന്നലെ രാത്രി ഒന്നും ഒരുപോലെ ഉറങ്ങിയിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. എഞ്ചിനീയറും ഇതൊക്കെ കഴിച്ചൊക്കെ നോക്കി, പക്ഷെ ഒരു കുറവില്ല. അപ്പൊ എന്തോ കാര്യമായിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാശിനകത്തൊന്നും പോവാതെ നിൽക്കണം. എനിക്കൊരു 3000 രൂപ വരും. എന്റെ അടുത്തൊന്നും 3000 രൂപ ചോദിക്കുമ്പോഴത്തേനാണ് ഞാൻ സമീപിച്ചാണ്. എന്റെ അടുത്തൊന്നുമില്ല. ചേട്ടൻ എന്താണ് ഇങ്ങനെ പറയണത്? എന്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ല ഞാൻ പൈസ വെച്ചത്. എന്റെ പൊന്നുമോളെ, എന്റെ ഒരാളുടെ ശമ്പളത്തിലാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അത് നിനക്കറിയാല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ മുടക്കൊരുക്കാറുണ്ടാ? ഇല്ല. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? അതുപോലെ എനിക്കത് നോക്കിയാ പോരെ. നിന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം നോക്കേണ്ട കാര്യം എനിക്കില്ല. അത് നീ നോക്കണം. നിന്റെ അടുത്ത് പൈസ നീ കൊടുക്ക് ആശുപത്രി പോകാനായിട്ട്. വെറുതെ ഈ കുടുംബത്തിരിക്കണല്ലേ, മുമ്പ് ഉറങ്ങി. നിന്റെ അടുത്ത് പൈസ നീ കൊണ്ട് കൊടുക്ക്. എന്റെ ഒരു പൈസ ഇല്ലല്ലോ, അതല്ല ഞാൻ ചോദിക്കണത്. കടമായിട്ട് മതി, അവര് തരും. ആര് തരും കടമായിട്ട്? നിന്റെ അച്ഛനമ്മ തരൂ. അവർക്ക് എന്ത് ജോലിയുണ്ട്? അത് നീ തരൂ. നിനക്ക് വല്ല ജോലിയുണ്ട? അല്ലോടിക്കാത്തൊരു ജോലി ഉണ്ട്, അതുകൊണ്ട് കളഞ്ഞോണ്ട് കുടുംബത്തിരിക്കണം. അവള് ചോദിച്ച് എന്നിട്ട് പൈസ ചോദിക്ക്. എന്റെ അടുത്ത് പൈസ ഒന്നും തരാനായിട്ട്. ചേട്ടൻ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണത്? എന്നോട് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞത് ചേട്ടനല്ലേ? അത് ഞാൻ ആ സമയത്താണ് പറഞ്ഞതേ. നിനക്ക് അത്രക്ക് ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്ന് നിനക്ക് പോകാറുന്നില്ലേ? നിനക്ക് പറയാറുണ്ട് അയ്യോ ചേട്ടാ ഞാൻ ജോലിക്ക് പൊക്കോളാന്ന്. നീ പറഞ്ഞില്ല. നീക്കും വീട്ടിൽ ചുമ്മാ ഇരിക്കാനായിരുന്നു നിനക്കും ഇഷ്ടം. അതുകൊണ്ട് ഇനിയിപ്പൊ അതിന്റെ കുട്ടിയോട് എന്റെ തലയിൽ വെക്കണ്ട. എന്റെ അടുത്ത് പൈസ ഇല്ല തരാനായിട്ട്. ഏട്ടാ, നിന്റെ അച്ഛനെ സമയത്ത് പറഞ്ഞത് കടം മേടിച്ചിട്ട് പോകാൻ പറ. ഇനിയിപ്പോ നീ ഇപ്പൊ ആശുപത്രി പോയിട്ടുണ്ടെങ്കിൽ 3000 രൂപ നിൽക്കുന്നു വേണ്ട. നിക്കൂല. ഇതവിടെ പിടിച്ച് കിടത്തി സ്കാനിങ് മറ്റേത് മറിച്ചാൻ പറഞ്ഞ 10,000 ഏറ്റവും ചുരുങ്ങി അവർ മേടിച്ചെടുക്കും. അവിടെ ആരെങ്കിലും കടം മേടിച്ച് പോകാൻ പറ. പിന്നെ നീ പോകാനും നിൽക്കണ്ട ആശുപത്രിയിലോട്ട്. കേട്ടാ? നീ പോയാൽ ആ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും. കേട്ടാ? പോകണ്ട. ചേട്ടൻ പറഞ്ഞത് ശരി. പൈസ ഒക്കെ എന്ത് ചെയ്യും? അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കരുത് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്.